ഹായ്, ഇന്ന് നമുക്ക് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും കൂടെയൊക്കെ പോകുന്ന നല്ലൊരു എഗ് സ്റ്റ്യൂവിൻ്റെ റെസിപ്പി നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് മുട്ടയൊന്ന് പുഴുങ്ങാനിടാം. ഞാനിപ്പോൾ ഇവിടെ 3 മുട്ടയാണ് എടുത്തേക്കുന്നത്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിതിലോട്ട് ഒരു 2 ചെറിയ കഷ്ണം പട്ട, ഒരു ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയി തുടങ്ങുമ്പോൾ ഇതിലോട്ട് നമുക്ക് ഒരു ചെറിയ സൈസ് സവാള അരിഞ്ഞത്, ഒരു ചെറിയ പച്ചമുളക്, ഒരു ചെറിയ ക്യാരറ്റ്, ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, ഒരു തണ്ട് കറിവേപ്പില, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇത് ഒരുപാട് വഴന്ന് കിട്ടുമൊന്നും വേണ്ട, ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നാളികേരത്തിൻ്റെ 2ാം പാൽ. ഞാനിവിടെ അരമുറി നാളികേരത്തിൻ്റെ 2 പാലാണ് എടുത്തേക്കുന്നത്. അതിൽ 2ാം പാൽ ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ അടപ്പൊന്ന് തുറന്ന് നോക്കുമ്പോൾ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ആവശ്യത്തിന് വെന്ത് കാണും. അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൊടിച്ചതൊന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ആദ്യം തന്നെ എടുത്തു വെച്ച 1ാം പാൽ, തിക്കായിട്ടുള്ള 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് താളിച്ച് ചേർക്കാം. അതിനായിട്ട് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ ഇതിലോട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത ഒരു 8 അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. 2 കുഞ്ഞുള്ളി അരിഞ്ഞത്, ഒരു 4-5 ഇതൾ കറിവേപ്പില ചേർക്കാം. ഈ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമാവുമ്പോൾ നമുക്കിത് നമ്മുടെ കറിയിലോട്ട് പകർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ എഗ് സ്റ്റ്യൂ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.